നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങൾ. നമ്മൾ നടത്തുന്ന നിക്ഷേപം വളരെ സേഫ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആ നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കണം. ഈ ലഭിക്കുന്ന റിട്ടേൺസ് ടാക്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഇൻഫ്ലേഷന് മുകളിലുള്ള ഒരു റിട്ടേൺസ് ആയിരിക്കണം. ഒരു നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റോ ക്യാപിറ്റൽ ഗെയിനോ ഇതേപോലെയുള്ള റിട്ടേൺസ് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആണെങ്കിലോ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഇൻകം ലഭിക്കുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. എൻ്റെ അറിവിൽ ഇന്ന് ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് റിട്ടേൺസ് ലഭിക്കുന്ന, അതോടൊപ്പം ആ നിക്ഷേപത്തിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആയിരിക്കുന്ന 4-5 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസേ ഉള്ളൂ. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി എന്ന് പറയുന്ന കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്താവുന്ന സ്കീമുകൾ. ഈ 2 സ്കീമുകളുടെയും പ്രത്യേകത അനുസരിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകവും അതോടൊപ്പം തന്നെ ഇത് മെച്യൂർ ആകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനും കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ 60 വയസ്സിന് ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻകമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അഗ്രികൾച്ചറൽ ഇൻകം, നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ വോളണ്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതിൽ നിന്നുള്ള വിഡ്രോവൽ, ഇത് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് അത് ടാക്സ് ഫ്രീ ആണ്. ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്നും അതേപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 രൂപ വരെയും ടാക്സ് ഫ്രീ ആണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ അതേപോലെ യൂലിപ്പുകളിലും മറ്റുമുള്ള നിക്ഷേപങ്ങൾ ചില കണ്ടീഷൻസിന് വിധേയമായിട്ട് അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് ടാക്സ് ഫ്രീ ആണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിദേശത്ത് നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ NRE അക്കൗണ്ടിൽ നിന്നോ അല്ലെ NRE ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നോ FCNR ഡെപ്പോസിറ്റുകളിൽ നിന്നോ ലഭിക്കുന്ന ഇൻകവും 100% ടാക്സ് ഫ്രീ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, അതായത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് PSU കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഫ്രീ ബോണ്ടുകളാണ്. 2033 വരെയും മെച്യൂരിറ്റി പീരീഡുള്ള ടാക്സ് ഫ്രീ ബോണ്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രൈമറി മാർക്കറ്റിൽ ഈ ബോണ്ടുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. അവസാനമായിട്ട് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തത് 2015-2016 കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷം പ്രൈമറി മാർക്കറ്റിൽ ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടുകളെല്ലാം സെക്യൂരിറ്റി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സ് ഫ്രീ ബോണ്ടുകൾ അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണ്ടുകൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് ഷെയറുകളും മറ്റും വാങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നത്. സാധാരണ ടാക്സ് ഫ്രീ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് PSU കമ്പനികളാണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NDPC, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേസ് കോർപ്പറേഷൻ, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, ഇതേപോലെ PSU സെക്ടറിലുള്ള ഈ കമ്പനികളാണ് ടാക്സ് ഫ്രീ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല ബോണ്ടുകൾക്കും 9% കൂടുതൽ ടാക്സ് ഫ്രീ ഇൻകം ലഭിക്കുന്നുണ്ട്. ആണെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ബോണ്ടിന് 9.1% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ ലഭിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത മറ്റൊരു ബോണ്ടിന് 8.75% ടാക്സ് ഫ്രീ ഇൻകം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോണ്ടുകൾ വാങ്ങുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂവിൽ ഈ പറയുന്ന 9.1%, 8.75% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ആക്ച്വലായിട്ട് എത്ര ഈൽഡാണ് ഈ ബോണ്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാധാരണയായിട്ട് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് 1000 രൂപ ഫേസ് വാല്യൂവിലാണ്. എന്നാൽ ഈ ബോണ്ടുകൾ നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ 1000-ന് മുകളിൽ, അതായത് പ്രീമിയത്തിലാണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 2027 മെച്യൂർ ആകുന്ന ടാക്സ് ഫ്രീ ബോണ്ടിന് ഇപ്പോഴത്തെ വില ഏകദേശം 1066 രൂപയാണ്. ഇതിൽ നിന്നുള്ള ഈൽഡ് ഏകദേശം 5.35% ആണ്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ് കമ്പനി അത് AAA റേറ്റഡ് ആയിട്ടുള്ള ബോണ്ട് 2028 മെച്യൂർ ചെയ്യുന്ന ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് 7.02% ആണ്. പക്ഷേ അതിൻ്റെ
ആക്ച്വലായിട്ടുള്ള ഈൽഡ് എന്ന് പറഞ്ഞാൽ 5.35%. ഇന്ന് മാർക്കറ്റിൽ ആ ബോണ്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ 1000 രൂപയ്ക്ക് പകരം ഏകദേശം 1092 രൂപ കൊടുക്കണം. ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ ഫെബ്രുവരി 2029 മെച്യൂർ ആകുന്ന ടാക്സ് ഫ്രീ ബോണ്ട്, അതായത് AAA റേറ്റിംഗുള്ള ടാക്സ് ഫ്രീ ബോണ്ടിന് 8.4% കൂപ്പൺ റേറ്റ് കൊടുക്കുന്നു. അതിൻ്റെ മാർക്കറ്റിലെ വില 1162 രൂപയോളമാണ്. അതിൽ നിന്ന് നമുക്ക് ആക്ച്വലായിട്ട് ലഭിക്കുന്ന ഈൽഡ് 5.3% ആണ്. റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ്റെ മറ്റൊരു ബോണ്ട്, അതും AAA റേറ്റഡ് ആയിട്ട് ഫെബ്രുവരി 2029 മെച്യൂരിറ്റിയുള്ള ബോണ്ടിന് 8.65% ടാക്സ് ഫ്രീ ഇൻകം കൊടുക്കുന്നുണ്ട്. അതിൽ മാർക്കറ്റിലെ വില ഏകദേശം 1162 രൂപയും അതിൻ്റെ ഈൽഡ് 5.3%. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന നവംബർ 2028 മെച്യൂർ ആകുന്ന AAA റേറ്റിംഗുള്ള ടാക്സ് ഫ്രീ ബോണ്ടിന് 8.54% കൂപ്പൺ റേറ്റും അതിൽ ഇന്നത്തെ മാർക്കറ്റ് വില 1197 രൂപയിൽ കൂടുതലും നമുക്ക് ആക്ച്വലായിട്ട് ലഭിക്കുന്ന ഈൽഡ് 5.3%. ഈ ടാക്സ് ഫ്രീ ബോണ്ടുകൾക്ക് 8% മുകളിലുള്ള ഒരു കൂപ്പൺ റേറ്റ് നമുക്ക് ലഭിച്ചിട്ടും അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ഈൽഡ് 5.3%-നും 5.5%-നും ഇടയിലാണെന്ന് ഞാൻ പറയുന്നത്. അതിന് ബേസിക് ആയിട്ടുള്ള 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഈ ബോണ്ടുകളെല്ലാം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂപ്പൺ റേറ്റ് 8% കൂടുതലാണ്. ഇന്ന് നമ്മുടെ നിലവിൽ ഉള്ള 10 ഇയർ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളുടെയും മറ്റും ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7% ആണ്. ബോണ്ട് മാർക്കറ്റിൽ ഒരു ബോണ്ടിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് കുറയും. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ബോണ്ടിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്യും. 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട് നിങ്ങൾ 1162 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ, അതായത് 1 ലക്ഷം രൂപയ്ക്ക് പകരം 1,62,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂപ്പൺ ലഭിക്കുന്നത് ഫേസ് വാല്യൂവിനാണ്. 1 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കൂപ്പൺ ലഭിക്കുകയുള്ളൂ, അതായത് ഇൻട്രസ്റ്റ് ലഭിക്കുകയുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് 8.65% എന്ന് പറയുന്നത് 8650 രൂപയാണ്. പക്ഷേ നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,16,200 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഈൽഡ്, കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത് 7.44% വർക്കൗട്ട് ചെയ്യുള്ളൂ. ഈ ബോണ്ടുകൾ മെച്യൂർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ, അതായത് ഫേസ് വാല്യൂ മാത്രമാണ് തിരിച്ച് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ മുടക്കിയ 1,16,200 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതിന് പകരമായിട്ട് 1 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ. അത് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5.3% ആണ് ഇതേപോലെയുള്ള ബോണ്ടുകൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്ത വ്യക്തികൾ ഇതേപോലെയുള്ള ബോണ്ടുകൾ മാർക്കറ്റിൽ കാണുമ്പോൾ 9% അല്ലെങ്കിൽ 9.5% ഇൻട്രസ്റ്റ് ലഭിക്കും എന്നുള്ള യാചന ഇതേപോലെയുള്ള ബോണ്ടുകൾ വാങ്ങുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ഹൈ റേറ്റിലുള്ള ബോണ്ടുകൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഫേസ് വാല്യൂവിൽ വലിയൊരു പ്രീമിയം കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാൽ ഈ ബോണ്ട് മെച്യൂർ ആകുന്ന സമയത്ത് നിങ്ങളുടെ ആക്ച്വൽ ഈൽഡ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം 5.25%-നും 5.5%-നും ഇടയിലായിരിക്കും. ഇതേപോലെയുള്ള ടാക്സ് ഫ്രീ ബോണ്ടുകൾ, അതായത് 5.5%-ന് താഴെ ഈൽഡ് ലഭിക്കുന്ന ടാക്സ് ഫ്രീ ബോണ്ടുകൾ സാധാരണ ആയിട്ട് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസാണ് വാങ്ങാറുള്ളത്. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻകം 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണെങ്കിൽ 10% നിങ്ങൾ സർചാർജ് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 കോടി രൂപയ്ക്കും 2 കോടി രൂപയ്ക്കും ഇടയിലാണെങ്കിൽ 15% സർചാർജ് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ അഡീഷണലായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സർചാർജിൽ നിന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് ഫ്രീ ബോണ്ടുകളിൽ നിക്ഷേപം നടത്താം. ടാക്സ് ഫ്രീ ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള ഒരു ഇൻകവും ലഭിക്കും. നോർമലായിട്ട് നിങ്ങളുടെ ഇൻകം 50 ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഈ ടാക്സ് ഫ്രീ ബോണ്ടുകളെക്കാളും സേഫായിട്ടും ഗ്യാരണ്ടീഡുമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട്, RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട്. ഈ ബോണ്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇന്നത്തെ നിലയിൽ നിങ്ങൾക്ക് 8.05% ഇൻട്രസ്റ്റ് ലഭിക്കും. ഈ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ ഹാഫ് ഇയർലി ബേസിസിൽ എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതിയും ജനുവരി 1-ാം തീയതിയും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും.
ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ബാങ്കുകളുടെയും ഇൻ്റർനെറ്റ് ബാങ്കിംഗ് മുഖാന്തരം നിങ്ങൾക്ക് ഈ ബോണ്ടുകൾ വാങ്ങാവുന്നതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ബെഞ്ച്മാർക്ക് ചെയ്തിരിക്കുന്നത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിനുമാണ്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കൂട്ടത്തിൽ 30 ബേസിസ് പോയിൻ്റ് അല്ലെങ്കിൽ 0.3% ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആയിട്ടാണ് ഈ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നൽകുന്നത്. ഇത് 7 വർഷത്തേനാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങൾ 10% ടാക്സ് സ്ലാബിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈൽഡ് എന്ന് പറയുന്നത് 7.25% വരും. നിങ്ങൾ 20% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 6.44%, 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 5.63% ഈൽഡ് നിങ്ങൾക്ക് ഈ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിൽ നിന്ന് ലഭിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ഇൻട്രസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂപ്പൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ TDS കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ നിങ്ങൾ ടാക്സ് ഫ്രീ ബോണ്ടാണോ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്, ഒരു വർഷം 50 ലക്ഷം രൂപയിൽ കൂടുതൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് ഫ്രീ ബോണ്ടുകൾ വാങ്ങുന്നതായിരിക്കും മെച്ചം. 50 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം വരുന്നതെങ്കിൽ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് വാങ്ങാവുന്നതാണ്. അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.